കൂടുതൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം ഇവിടെ മറ്റു അനേകം ആളുകൾ ഉണ്ടായിരുന്നതെന്നാണ്. പലരും ഓടി ഒളിച്ചു എന്നൊക്കെ തന്നെ പറയപ്പെടുന്നു. ഇപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഇപ്പോൾ കൊട്ടാരക്കര ട്രാഫിക്കിലാണ് ഇപ്പോൾ അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നുള്ള പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അതിൻ്റെ വിലയിരുത്തുകയാണ്. ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ്. അല്പസമയത്ത് മുന്നേ ആയിരുന്നു നമുക്ക് കാണുന്ന ഈ ട്രാഫിക്കിലാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് നടന്നത്. അതിഥി തൊഴിലാളികൾ തമ്മിലാണ് എന്നാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഈ പ്രധാനപ്പെട്ട ടൗണിൽ അടിയുണ്ടായത്. ഇപ്പോൾ എന്തായാലും കൊട്ടാരക്കരയിൽ നിന്നുമുള്ള പോലീസ് സംഘം ഇപ്പോൾ ആ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ നിയമ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. രാത്രികാലങ്ങളിൽ ഇതുപോലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നുമുള്ള സംഭവമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സംസാരിക്കുകയാണ്. നിരവധി ആളുകൾ ഉണ്ടായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ പലരും ഓടി രക്ഷപ്പെട്ടതായും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ശ്രദ്ധയൊക്കെ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തിരക്കുന്നു. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടായത്. അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തെടുത്തപ്പോൾ പോലീസിനെയൊക്കെ തന്നെ വലിയ കൊട്ടാരക്കര പുലമണിലാണ് ഇപ്പോൾ അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ഇപ്പോൾ ഇവിടെ അടിയിൽ കലാശിച്ചത്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയപ്പോൾ അതിൻ്റെ നിയമ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയാണ്. അടിച്ച കുറച്ച് പേര് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് അല്പസമയങ്ങൾക്ക് മുന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ കൊട്ടാരക്കരയിൽ പുലമണിൽ ഉണ്ടായത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കൊട്ടാരക്കരയിൽ നിന്നും കാണുന്നത്. കൊട്ടാരക്കര പോലീസ് അധികാരികൾ അവരുമായൊക്കെ സംസാരിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുലമൺ ജംഗ്ഷനിൽ അതിഥി തൊഴിലാളികൾ ഏറ്റുമുട്ടിയതിനുള്ള ഏറ്റവും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇതിൽ മറ്റ് നിരവധി ആളുകൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അവരൊക്കെ ഓടി രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് 6-7 പേരുണ്ടായിരുന്നു പറയുന്നത്. 2 പേരാണ് അവരുടെ. ആ 2 പേരെ പോലീസ് അധികാരികൾ അല്പസമയം മുമ്പ് പുലമണിൽ നടന്ന ഒരു സംഘർഷത്തിൻ്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിഥി തൊഴിലാളികൾ തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുകയായിരുന്നു. ആ സംഘർഷാവസ്ഥ അടിയിലേക്ക് കലാശിക്കുകയായിരുന്നു. കൊട്ടാരക്കര പുലമൺ ട്രാഫിക്കിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായത്. ഇപ്പോൾ എന്തായാലും കൊട്ടാരക്കരയിലെ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇപ്പോൾ നിയമ നടപടിക്രമങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പുലമൺ ജംഗ്ഷനിൽ നിന്നും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബന്ധപ്പെട്ട ഈ 2 പേരുമായി സംസാരിക്കണം. നഷ്ടപ്പെട്ടുവെങ്കിലും 2 പേർ ഇപ്പോൾ നിലവിൽ ഇവിടെയുണ്ട്. അപ്പോൾ അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ മർദ്ദനത്തിൽ പരിക്കേറ്റ 2 യുവാക്കൾ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഇപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ പോലീസ് അതിൻ്റെ എന്താണെന്നുള്ളത് അത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും അതിഥി തൊഴിലാളികൾക്കാണ് മർദ്ദനമേറ്റത്. എന്തായാലും മർദ്ദിച്ചവർ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു പുതിയ വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മർദ്ദനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ സമീപവാസികളൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും കൊട്ടാരക്കരയിൽ നിന്നുമുള്ള പോലീസ് സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അതിനുള്ള എന്താണെന്നുള്ളത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും 2 അതിഥി തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൊട്ടാരക്കര ട്രാഫിക്കിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുന്നേ ആയിരുന്നു മർദ്ദനം ഏറ്റത്. അതിഥി തൊഴിലാളികളായിരുന്നു. അതിഥി തൊഴിലാളികൾക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഇപ്പോൾ അവർ ഈ 2 യുവാക്കൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. മർദ്ദനമേറ്റ 2 യുവാക്കൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ പോലീസ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിൻ്റെ തത്സമയ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. കൊണ്ടുപോകണോ ഇതെല്ലാം മറ്റ് ആരൊക്കെയാണ് ഈ ഒരു സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ പോലീസ് നോക്കുകയാണ്. കാരണം അവർ ഇപ്പോൾ വെറും മണിക്കൂറുകൾ ഇതിന് കൂടുതൽ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കാരണം കൊണ്ടുപോയില്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ